കുഞ്ഞുമണികളെ, പൊന്നുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴുമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളിൽ രണ്ടുപേരും പന്തയം വെച്ചു, ഓട്ടപ്പന്തയം വെച്ചു. മലയോരം കാടുവാരം മത്സരം വെച്ചു, തമ്മിൽ മത്സരം വെച്ചു. പാത്തു പതുങ്ങി പമ്മി നടക്കുന്ന കുന്നിക്കുഴുമടിയനായ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലച്ചനും പണ്ടു 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 പണ്ട് ഒരോട്ടം മത്സരം നടത്തിയ കഥ എല്ലാവർക്കും അറിയാം അല്ലേ? എന്തായിരുന്നു ആ കഥ? ആമയും മുയലും കൂടി ഓട്ടം മത്സരം നടത്തി. റെഡി സ്റ്റഡി ഗോ എന്ന് പറഞ്ഞതും മുയലച്ചൻ ശർന്നങ്ങു പോയി. ആമച്ചേട്ടൻ പതുക്കെ 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 ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു മുന്നോട്ടു പോയി. കുറേ ദൂരം പിന്നിട്ടപ്പോ മുയലച്ചൻ തിരിഞ്ഞു നോക്കി. ആമച്ചേട്ടൻ എവിടെ പോയി? ആമച്ചേട്ടനെ കാണാനേ ഇല്ല. അല്ലെങ്കിലേ അവൻ ഭയങ്കര സ്ലോ ആണ്. ഇനി ഇഴഞ്ഞിഴഞ്ഞിങ്ങെത്തുമ്പോഴേക്കും മിക്കവാറും നാളെയാവും. എന്തായാലും കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കാം, വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുയലച്ചൻ എന്തു ചെയ്തു? ഒരു മരത്തിന്റെ തണലിൽ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഇളം കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചപ്പോൾ നമ്മുടെ മുയലച്ചൻ എന്നൊരു കോട്ടുവായിട്ടിട്ട് കണ്ണൊന്നടച്ചതേ ഉള്ളൂ. കുറർ കുറർ കുറർ. എന്താ ശബ്ദമൊന്നും കേക്കാത്തേ? മുയലച്ചൻ ഉറങ്ങിപ്പോയി, അതാ ശബ്ദം കേക്കാത്തത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കയ്യടി, ഭയങ്കര കയ്യടി കേൾക്കുന്നു, വിസിലടി കേൾക്കുന്നു. എന്താ സംഭവിച്ചേ? മുയലച്ചൻ ഞെട്ടി ഉണർന്നു. കാര്യം പിടികിട്ടാതെ മുയലച്ചൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോയി. അപ്പോഴതാ ട്രോഫിയുമായി ഒരാൾ നിൽക്കുന്നു. ആരാ? നമ്മുടെ ആമച്ചേട്ടൻ. മുയലച്ചൻ ഉറങ്ങിപ്പോയ തക്കത്തിന് ആമച്ചേട്ടൻ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഈ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരം തീരുന്ന സ്ഥലം. ആ സ്ഥലത്ത് ആദ്യം എത്തുന്ന ആളായിരിക്കും ഏറ്റവും മികച്ച ഓട്ടക്കാരൻ അല്ലെങ്കിൽ മത്സരത്തിൽ വിജയിക്കുന്ന ആൾ. അന്നങ്ങനെ മുയലച്ചൻ ഉറങ്ങിപ്പോയത് കാരണം ആര് വിജയിച്ചു? ആമച്ചേട്ടൻ വിജയിച്ചു. അതൊരു മഹാസംഭവമല്ലേ? കാരണം കാട്ടിലെങ്ങും പാട്ടാണ്, മുയലച്ചൻ മിടുമിടുക്കൻ ഓട്ടക്കാരൻ. ആ ഓട്ടക്കാരനെയാണ് നമ്മുടെ ആമച്ചേട്ടൻ തോൽപ്പിച്ചത്. എന്തൊരു നാണക്കേടായി പോയല്ലേ മുയലച്ചന്. അതിനുശേഷം മുയലച്ചൻ ആകെ സങ്കടത്തിലാണ്. പിന്നീട് ഓട്ടം മത്സരം നടന്നപ്പോഴൊക്കെ മുയലച്ചൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പങ്കെടുത്തത്. ഇത് പഴയ കഥ. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആമയുടെയും മുയലിന്റെയും കഥ ഒരു പുതിയ ഓട്ടം മത്സരത്തിന്റെ കഥയാണ്. കേട്ടാലോ? അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ആമയ്ക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നതെന്നറിയോ? ടോർട്ടസ്. എന്താണ്? ടോർട്ടസ്. ഒന്നുകൂടി കൂടെ പറഞ്ഞേ, ടോർട്ടസ്. വെരി ഗുഡ്. ഇനി മുയലിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഹെയർ. പറഞ്ഞേ, ഹെയർ. ഒരിക്കൽ കൂടി, ഹെയർ. വെരി ഗുഡ്. അപ്പോഴേ ആമച്ചേട്ടനും നമ്മുടെ മുയലച്ചനും കൂട്ടുകാരാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ മുയലച്ചൻ വീണ്ടും ഒരാശയവുമായി വന്നു, ഒരു ഐഡിയയുമായി വന്നു. അല്ല ആമച്ചാരേ, നമുക്കൊരിക്കൽ കൂടി പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാർ, മുതുമുത്തച്ഛൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, മുതുമുത്തച്ഛന്മാർ നടത്തിയ പോലെ ഒരു ഓട്ട മത്സരം നടത്തിയാലോ?
ആമച്ചേട്ടൻ അറിയാം താൻ തോറ്റുപോകുമെന്ന്, അല്ലേ? കാരണം മുയലച്ചന്റെ സ്പീഡിനൊത്ത് ഓടിയെത്താൻ ആമച്ചേട്ടന് പറ്റില്ല. ആമച്ചേട്ടൻ അന്നും ഇന്നും പമ്മി 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 പമ്മിയാണ് പോകുന്നത്. മുയലച്ചനോ വേഗത്തിൽ പോകും. എന്തായാലും കൂട്ടുകാരന്റെ ആഗ്രഹമല്ലേ, നടത്തിക്കൊടുത്തേക്കാം എന്ന് നമ്മുടെ ആമച്ചേട്ടൻ തീരുമാനിച്ചു. ശരി, ഞാൻ നിന്റെ കൂടെ മത്സരിക്കാം, ആമച്ചേട്ടൻ പറഞ്ഞു. മുയലച്ചൻ തന്റെ നീളൻ മുയൽ പല്ലുകൾ കാട്ടി ചിരിച്ചു. മുയലച്ചൻ ഉറപ്പാണ് ഇത്തവണ താൻ തന്നെ ജയിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി മത്സരത്തിനായി ഒരു ദിവസം തിരഞ്ഞെടുത്തു. അന്നേ ദിവസം രാവിലെ രണ്ട് സുഹൃത്തുക്കളും കൂടി ഓട്ടം മത്സരം, റണ്ണിംഗ് റേസിൽ പങ്കെടുക്കാനായിട്ട് വന്ന് റെഡിയായി നിന്നു. ഈ മത്സരം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാമോ? കുരങ്ങനമ്മാവൻ. കുരങ്ങനമ്മാവൻ റെഡി സ്റ്റഡി ഗോ എന്നു പറഞ്ഞതും മുയലച്ചനെ പിന്നെ കണ്ടതേയില്ല. അത്ര സ്പീഡിൽ മുയലച്ചൻ ഒരൊറ്റ ഓട്ടം. ഹോ, എന്തൊരു സ്പീഡാണ് ഈ മുയലച്ചന്! ആമച്ചേട്ടൻ പതിവ് പോലെ പമ്മി 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 നടപ്പ് തുടങ്ങി. മുയലച്ചൻ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി. ഇവിടെ എങ്ങും കാണാനില്ല. അല്ലെങ്കിലേ ഇവൻ സ്ലോ ആണ്, പതുക്കേ വരത്തുള്ളൂ. ഇനി എത്ര നേരം കഴിഞ്ഞാലായിരിക്കും അവൻ ഇവിടെ വരെ എത്തുന്നത്? എന്നാ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാം, വിശ്രമിക്കാം. ആര് തീരുമാനിച്ചു? നമ്മുടെ മുയലച്ചൻ. മുയലച്ചൻ പതുക്കെ പണ്ട് മുതുമുത്തച്ഛൻ ചെയ്ത പോലെ ഒരു മരം കണ്ടപ്പോൾ ആ മരത്തിന്റെ അടിയിലിരുന്നു. അപ്പോഴാണ് മുയലച്ചന് വേറൊരാശയം തോന്നിയത്. എന്താണെന്നോ? എന്തായാലും ആമച്ചേട്ടൻ ഇങ്ങെത്താൻ കുറേ സമയമെടുക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗെയിം ഉണ്ടല്ലോ മൊബൈൽ ഫോണിൽ, അതൊന്ന് കളിച്ചാലോ? കുറച്ചു നേരം, ഒരിത്തിരി നേരം കളിക്കാം. അപ്പോഴേക്കും ആമച്ചേട്ടൻ എത്തുമായിരിക്കും. എന്നിട്ട് വീണ്ടും ഷർന്നൊരോട്ടം വെച്ചു കൊടുത്താ പോരെ, താൻ ഈസിയായി ജയിക്കില്ലേ? നമ്മുടെ മുയലച്ചൻ വിചാരിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്നും മുയലച്ചൻ മൊബൈൽ ഫോൺ എടുത്തു. എന്നിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗെയിം കളിക്കാൻ തുടങ്ങി. എന്തൊരു രസമാണ് ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കാൻ. ഇപ്പൊ ഞാൻ ജയിക്കാൻ പോകുന്നു. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഇങ്ങനെ പല റൗണ്ടുകൾ മൊബൈൽ ഫോണിൽ കളിച്ച് 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 മുയലച്ചൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ ആമച്ചേട്ടൻ പതുക്കെ 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 നടന്ന് മുയലച്ചന്റെ മുന്നിലെത്തി. എന്നാൽ ഫോണിലേക്ക് കണ്ണും പൂഴ്ത്തിയിരിക്കുന്ന മുയലച്ചൻ ഇതൊന്നും കാണുന്നില്ല. റൗണ്ട് 11, റൗണ്ട് 12, റൗണ്ട് 13, റൗണ്ട് 14, റൗണ്ട് 15 ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച് മുയലച്ചൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓ, ഫൈനലി അവസാനം അത് ഞാൻ ജയിച്ചു, ഈ ഗെയിം ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് മുയലച്ചന്റെ മൊബൈൽ ഫോണിലെ സ്ക്രീനിലെ സ്റ്റാർസും ട്രോഫിയും ഒക്കെ ഇങ്ങനെ മിന്നി തിളങ്ങിയപ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. എവിടെയോ ഭയങ്കര കയ്യടി ശബ്ദം. അയ്യോ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു മുയലച്ചൻ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം ഓടിച്ചെന്നപ്പോൾ എന്താ കാണുന്നേ? ദേ, പണ്ട് മുതുമുത്തച്ഛന് സംഭവിച്ചത് വീണ്ടും ഇവിടെ പറ്റിയിരിക്കുന്നു. ഗെയിമിൽ മുഴുകിയിരുന്നത് കൊണ്ട് ആമച്ചേട്ടൻ പോയതൊന്നും മുയലച്ചൻ അറിഞ്ഞില്ല. ആമച്ചേട്ടൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ കുരങ്ങച്ചനും ഫിനിഷിംഗ് പോയിന്റിൽ കാത്തുനിന്ന ആനച്ചേട്ടനും സിംഹച്ചാരും പുലിയണ്ണനുമൊക്കെ കൈയടിച്ചതാണ് നമ്മൾ കേട്ട ശബ്ദം. ആമച്ചേട്ടൻ അതാ ട്രോഫിയും വാങ്ങി നിൽക്കുന്നു. അയ്യോ, ഞാൻ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചത്, എന്നാലും എനിക്കിത് പറ്റിയല്ലോ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മുയലച്ചൻ തല താഴ്ത്തിയത് മാത്രമല്ല, മുയലച്ചന് ഭയങ്കര വിഷമമായി, കരച്ചിലായി. കുരങ്ങനമ്മാവൻ പറഞ്ഞു, മുയൽക്കുട്ടാ, നീ സങ്കടപ്പെടണ്ട. ഒരു മത്സരം എന്ന് പറയുമ്പോ അതിൽ ജയവും ഉണ്ടാവും തോൽവിയും ഉണ്ടാവും. പക്ഷെ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് ശരിക്കുമുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ്.
പിന്നെ നിന്റെ കാര്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അശ്രദ്ധ. നീ മത്സരത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാതെ മത്സരത്തിനിടയിൽ ഗെയിം കളിച്ച് പരിസരം മറന്ന് ഇരുന്നത് കൊണ്ടല്ലേ നീ തോറ്റുപോയത്. അല്ലാതെ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, ഈ മൊബൈൽ ഫോണിലെ ഗെയിം നമ്മളെ യഥാർത്ഥ മത്സരങ്ങൾ വിജയിക്കാൻ സഹായിക്കില്ല. മൊബൈൽ ഫോണിലെ ഗെയിമിനേക്കാളും ഏറ്റവും ആരോഗ്യകരം നിങ്ങൾ കുട്ടികൾ ഇപ്പൊ കളിച്ചില്ലേ, ഇതുപോലെയുള്ള ഓട്ടവും ചാട്ടവും മരം കയറ്റവും ഒക്കെയാണ് ഏറ്റവും നല്ല ഗെയിം. അതുകൊണ്ട് ഇനി നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുയലച്ചൻ തലയാട്ടി. ആമച്ചേട്ടൻ വന്ന് കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പോട്ടെ, നമുക്കിനി അടുത്ത മത്സരത്തിൽ നോക്കാം. ഇതാണ് കുഞ്ഞുമണികളെ ഈ അടുത്ത് നടന്ന ആമച്ചേട്ടനും മുയലച്ചനും തമ്മിലുള്ള ഓട്ടം മത്സരത്തിന്റെ കഥ. കുരങ്ങനമ്മാവൻ പറഞ്ഞത് എന്റെ കുഞ്ഞുമണികളും കേട്ടല്ലോ അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറ്റവും നല്ല ഗെയിം ഏതാ? നമ്മുടെ ശരീരം അനങ്ങിയുള്ള ഗെയിംസ്. ഓട്ടം, ചാട്ടം, നീന്തൽ, ഫുട്ബോൾ, ടെന്നീസ്, ബാഡ്മിന്റൺ, കബഡി, ഇങ്ങനെയൊക്കെയുള്ള ഗെയിംസ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതല്ലാണ്ട് ഒരു സ്ഥലത്ത് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തി നമ്മുടെ കണ്ണിനെ എപ്പോഴും ഒരു സ്ക്രീനിൽ തളച്ചിടുന്ന മൊബൈൽ ഗെയിംസും വീഡിയോ ഗെയിംസും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ബുദ്ധിക്കും അത്ര നല്ലതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ കുഞ്ഞുമണികളെ. ശരി, അപ്പോൾ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് ചില കൂട്ടുകാരുടെ പേരുകൾ കൂടി പറയാനുണ്ട്. ആംഗസ് റേ ബ്രിഗോഡ എന്ന ഗസ്, വിസ്മയ മീനാക്ഷി എന്ന ജാനിക്കുട്ടി, ഹേസ മെഹർ, ഈവ അനൂപ് എന്ന അമ്മുക്കുട്ടി, ജനുവരി 19 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ആദിമോനെ, ജനുവരി 26 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഇരട്ടക്കൺമണികൾ മിഴി എസ് നവീൻ എന്ന മിമ്മു, മിലി എസ് നവീൻ എന്ന മിലു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിന്നെ ഈവ ആൻഡ് ജോ, ഇവരും ഇരട്ടക്കൺമണികളാണ്. ഡിസംബർ 24 ഇവരുടെ പിറന്നാൾ. കുറച്ച് ലേറ്റായി പോയി, എന്നാലും ചക്കര കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അന്നു എന്ന അയാൻ, ദക്ഷിത് അരുൺ എന്ന കേശുക്കുട്ടൻ, ജേക്സി ഡിജോ ആൻഡ് ഇസബൽ ഹന്ന ഡിജോ, ദീക്ഷിത് ആൻഡ് ദക്ഷ. ഫെബ്രുവരി 8 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന രുദ്രാൻഷ് മോനും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം സ്നേഹം അറിയിച്ച എല്ലാ കുഞ്ഞുമണികൾക്കും ചക്കരയുമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.